المدرسة الربانية كونوا ربانيين. عليكم ورحمة الله وبركاته. الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله على نبينا محمد وآله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിന് തഖ്വ ചെയ്ത് സൂക്ഷ്മതയും ക്രമവും ചിട്ടയുമാർന്ന ജീവിതം നയിക്കാൻ എന്നോടും നിങ്ങൾ ഓരോരുത്തരോടും വസിയ്യത്ത് ചെയ്യുന്നു, ഉണർത്തുന്നു. മരിക്കുവോളം അള്ളാഹുവിന്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി ജീവിക്കാൻ അള്ളാഹു നാം ഏവർക്കും നല്ല തൗഫീഖ് നൽകട്ടെ. ഹക്ക് ഹക്കായി മനസ്സിലാക്കാനും അതിനെ പിന്തുടരാനും ബാത്തുല് ബാത്തുലാണെന്നറിഞ്ഞ് അതിനെ വർജിക്കാനും അള്ളാഹു നമുക്ക് നല്ല തൗഫീഖ് നൽകട്ടെ. പാപങ്ങളുടെ കാഠിന്യം ഏറുകയും കുറയുകയും ചെയ്യും. അതിനെ സംബന്ധിച്ചാണ് കഴിഞ്ഞ അധ്യായങ്ങളിലൂടെ സംസാരിച്ചു വരുന്നത്. പാപങ്ങൾ ഗുരുതരമായി തീരുന്നത് ആ പാപം മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യത്തിന് നേർവിപരീതമായി വരുമ്പോൾ കൂടുതൽ കഠിനമാകും. എന്താണോ, എന്തിനു വേണ്ടിയാണോ അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം അതിനോട് കടകവിരുദ്ധമായി വരുന്ന പാപങ്ങളാണെങ്കിൽ അത് കൂടുതൽ ഗൗരവമാകും. അങ്ങനെ വരുന്ന പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ശിർക്കാണെന്ന് നാം പറഞ്ഞു. കാരണം അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹു അല്ലാത്തവർക്ക് ഇബാദത്ത് ചെയ്യുന്നതാണ് അതിന് നേരെ വിപരീതമായി വരുന്നത്. അതുകൊണ്ട് അത് ഏറ്റവും കഠിനമായതായി മാറി. അതേപോലെ തന്നെയാണ് കിബർ എന്ന് പറഞ്ഞു, അഹങ്കാരം. അത് അള്ളാഹുവിനോട് തുല്യനാകാൻ വേണ്ടിയിട്ടുള്ള ഒരാളുടെ ശ്രമമാണ്. അതുകൊണ്ടും അത് ഗുരുതരമായതാണ്. അതിനുശേഷം ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ പിന്നീട് എണ്ണിയത് അള്ളാഹുവിനെ സംബന്ധിച്ച് അറിവില്ലായ്മ സംസാരിക്കലാണ്. അള്ളാഹു അവനെ കുറിച്ച് പറഞ്ഞത്, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവനെ കുറിച്ച് പറഞ്ഞത് എന്താണോ അതിന് നേരെ വിപരീതമായി അള്ളാഹുവിനെ കുറിച്ച് അറിവില്ലായ്മ കൊണ്ട് സംസാരിക്കുക. ഇത് കഠിനമായ പാപമാണ്. അതിന് തൊട്ടു താഴെ പറഞ്ഞത് ബിദ്അത്തുകളാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ ദീനിലേക്ക് പുതുതായി നിർമ്മിച്ചുണ്ടാക്കി കൊണ്ടുവരിക. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം പിന്നീട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ മറ്റൊരു അധ്യായത്തിൽ സൂചിപ്പിക്കുന്നത്, ثم لما كان الظلم والعدوان منافيين للعدل. അക്രമവും ഉദ്വാൻ എന്ന് പറഞ്ഞാലും പരാക്രമം, മറ്റുള്ളവരുടെ മേൽ അതിക്രമിച്ചു കയറും. ഇത് രണ്ടും
മുനാഫിയൈനിൽ അദിൽ, അതിലിന് നീതിക്ക് നേരെ വിപരീതമായി തീർന്നപ്പോൾ. അതിലെന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലദീ ഖാമത് ബിഹി സമാവാതു വൽ അർദ്, നീതിയുടെ മേലാണ് ആകാശങ്ങളെയും ഭൂമിയെയും നിർത്തപ്പെട്ടിരിക്കുന്നത്, സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ആകാശഭൂമികളുടെ നിലനിൽപ്പ് നീതിയുടെ മേലാണ് അള്ളാഹു സ്ഥാപിച്ചിരിക്കുന്നത്. അങ്ങനെയുള്ള നീതിക്ക് നേരെ വിപരീതമാണെന്ത്? അതിക്രമം കാണിക്കുക എന്നുള്ളത്. അപ്പോൾ ദുൽമ് ചെയ്യുക എന്നത് നീതിയുടെ നേരെ വിപരീതമായി മാറിയപ്പോൾ വഅർസല ലഹു സുബ്ഹാനഹു റുസുല അലൈഹിമുസ്സലാത്തു വസ്സലാം, നീതി നടപ്പിലാക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല മുർസലീങ്ങളെ അഖിലവും അയച്ചത്. നീതി എന്ന് പറഞ്ഞാൽ അക്രമത്തിന് നേരെ വിപരീതമാണ്, ക്രമമാണ് നീതി. ഓരോന്നും ഓരോ കാര്യങ്ങളും വെക്കേണ്ട സ്ഥലത്ത് വെക്കുക, അതാണ് അദില്. ക്രമം തെറ്റിച്ചു വച്ചാൽ അത് അക്രമമായി മാറി. അപ്പോ നീതി സ്ഥാപിക്കുവാൻ വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അമ്പിയാക്കന്മാരെ നിയോഗിച്ചിരിക്കുന്നത്. വഅൻസല കുതുബഹു ലിയഖൂമൻ നാസു ബിഹി, അതേപോലെ തന്നെ അല്ലാഹു അവന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ ഇറക്കിയിരിക്കുന്നതും ജനങ്ങൾ നീതിയിൽ വർത്തിക്കാൻ വേണ്ടിയിട്ടാണ്, നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ്. നീതി അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു അമ്പിയാക്കന്മാരെ നിയോഗിച്ചത്, കിതാബുകൾ ഇറക്കിയത്. ഇതെല്ലാം അതുകൊണ്ട് തന്നെ കാന മിൻ അക്ബരിൽ കബായിരി ഇൻദല്ലാഹ്, നീതിക്ക് നേരെ വിപരീതമായ ഈ ദുൽമ് എന്തായി മാറും? കബീറത്തുകളിൽ, ഗുരുതരമായ പാപങ്ങളിൽ ഏറ്റവും ഗുരുതരമായതായി മാറും അക്രമം ചെയ്യുക എന്നത്. വകാനത് ദറജതുഹു ഫിൽ അദമതി ബിഹസബി മഫ്സദതിഹി ഫീ നഫ്സിഹി, അക്രമത്തിന്റെ ദറജയ്ക്കും ഏറ്റക്കുറച്ചിലുകളുണ്ട്. ഒരാൾ അക്രമം ചെയ്താൽ ആ അക്രമവും പല ദറജകളിലാണ്. അതിന്റെ ദറജയുടെ കൂടലും കുറയലും എങ്ങനെയാണ്? ഈ അക്രമം മുഖേന ഉണ്ടാകുന്നതായ മഫ്സദത്ത് എത്രയാണോ അതിനനുസരിച്ചാണ്. ഇവൻ ഈ അക്രമം ചെയ്തത് മുഖേന ഉണ്ടായിരിക്കുന്ന നാശങ്ങൾ എങ്ങനെയാണ് അതിനെ പരിഗണിച്ചുകൊണ്ട് ഈ അതിക്രമത്തിന്റെ സ്ഥാനവും എന്ത് ചെയ്യും? ഏറുകയും കുറയുകയും ചെയ്യും. വകാന ഖത്ലുൽ ഇൻസാനി വലദഹു അത്ത്ഫ്ല അസ്സഗീർ, അപ്പോൾ ഒരു മനുഷ്യൻ അവന്റെ ചെറിയ കുട്ടിയെ അവൻ വധിക്കുന്നു. അല്ലദീ ലാ ദംബല, ഒരു പാപവും ചെയ്യാത്തതാണ്. ചെറിയ കുട്ടികൾ, പാപങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുക പോലും ചെയ്യാത്ത ചെറിയ മക്കൾ. അങ്ങനെ ഒരു ചെറിയ കുട്ടിയെ വധിക്കുക എന്നുള്ളത് ഏതവസ്ഥയിൽ? വഖദ് ജബലല്ലാഹു സുബ്ഹാനഹു അൽ ഖുലൂബ അലാ മഹബ്ബതിഹി വറഹ്മതിഹി വഅത്ഫിഹി അലൈഹിം, അല്ലാഹു സുബ്ഹാനഹു വതആല ഹൃദയങ്ങളുടെ പ്രകൃതമാക്കിയിരിക്കുന്നത് എന്താണ്? സാധാരണ രീതിയിൽ കുട്ടികളോട് സ്നേഹമുണ്ടാവുക, അവരോട് കരുണ കാണിക്കുക, അവരോട് മയത്തിൽ പെരുമാറുക. ഇതാണ് അള്ളാഹു ഹൃദയങ്ങളുടെ മേൽ പ്രകൃത്യാ നിശ്ചയിച്ചിരിക്കുന്ന ഗുണം. എന്നിട്ടുകൂടി ഒരാൾ പാപങ്ങളൊന്നും ചെയ്യാത്ത ചെറിയ മക്കളെ കൊല്ലുന്നുണ്ട് എങ്കിൽ അതെന്തായിരിക്കും? വലിയ പാപമായിരിക്കും. വകാന ഖത്ലുൽ ഇൻസാനി വലദഹു അത്ത്ഫല സ്വഗീറ അല്ലദീ ലാ ദംബ ലഹു, വഖദ് ഏതവസ്ഥയിലാണ്? ജബലല്ലാഹു സുബ്ഹാനഹുൽ ഖുലൂബ അലാ മഹബ്ബതിഹി വറഹ്മതിഹി വഅത്ഫിഹി അലൈഹിം വഖസ്സൽ വാലിദൈനി മിൻ ദാലിക ബിമസിയ്യത്തിൻ ളാഹിറ, പ്രത്യേകിച്ച് മാതാപിതാക്കൾക്ക്. പൊതുവെ എല്ലാ മനുഷ്യരുടെയും ഹൃദയങ്ങൾ ചെറിയ കുട്ടികളോട് എങ്ങനെയായിരിക്കും? കാരുണ്യമുള്ള, സ്നേഹമുള്ള, ദയുള്ളതായിരിക്കും. ഈ ചെറിയ കുട്ടിയുടെ മാതാപിതാക്കളുടെ ഹൃദയം എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ചും എന്തായിരിക്കും? ആ വിഷയത്തിൽ പ്രകടമായി തന്നെ ചെറിയ കുട്ടികളോട് കരുണയും ദയയും അനുകമ്പയും ഉള്ളതായിരിക്കും. എന്നിരിക്കെ ഫഖത്ലുഹു, ഈ കുട്ടിയെ വധിക്കുക എന്നുള്ളത് എന്തിനു വേണ്ടിയിട്ട്? ഖശ്യത അൻ യുശാരികഹു ഫീ മത്അമിഹി വമശ്റബിഹി വമാലിഹി, ഇവൻ ഈ ചെറിയ കുട്ടി സന്താനം വളർന്നു വന്നാൽ
അത് തന്റെ ഭക്ഷണത്തിൽ, തന്റെ പാനീയത്തിൽ, തന്റെ വിഭവങ്ങളിലെല്ലാം പങ്കാളിയാകും, തന്റെ സമ്പത്തിൽ ഇവനും പങ്കാളിയാകും എന്ന് പേടിച്ചുകൊണ്ട്, പട്ടിണിയെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ ദാരിദ്ര്യത്തെ പേടിച്ചുകൊണ്ട് ചെറിയ മക്കളെ കൊല്ലുക എന്നുള്ളത് മിൻ അഖ്ബഹിൽ ദുൽമി വഅശദ്ദി, അക്രമങ്ങളിൽ ഏറ്റവും മോശപ്പെട്ട, ഏറ്റവും കഠിനമായ പാപമാണ്. എന്ത്? ചെറിയ കുട്ടികളെ വധിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തഖ്തുലൂ ഔലാദകും ഖശ്യത ഇംലാഖ്, ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നൊടുക്കാൻ പാടില്ല. ദാരിദ്ര്യത്തെ ഭയന്നുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ കൊന്നൊടുക്കരുത്. നഹ്നു നർസുഖുഹും വഇയ്യാകും, നാമാണ്, അല്ലാഹു പറയുകയാണ്, നാമാണ് അവർക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നവൻ നാമാണ്. അതുകൊണ്ട് നിങ്ങൾ ഭക്ഷണം കൊടുക്കാൻ കഴിയില്ല, അവർക്ക് വസ്ത്രം കൊടുക്കാൻ കഴിയില്ല, അവർക്ക് ചെലവ് കൊടുക്കാൻ സാധിക്കുകയില്ല എന്ന പേടിയിൽ ചെറിയ മക്കൾ എന്ത് ചെയ്യാൻ പാടില്ല? വധിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിക്കുകയാണ്. എന്നിട്ട് ഇമാം അവറുകൾ പറയുന്നു, വകദാലിക ഖത്ലുഹു അബവൈഹി, ഇതേപോലെ തന്നെയാണ് ഒരാൾ അവന്റെ മാതാപിതാക്കളെ വധിക്കുന്നത്. അല്ലദീനി കാന സബബ വുജൂദിഹി, ഈ മാതാപിതാക്കളാണ് ഇവന്റെ അസ്തിത്വത്തിന്, ഇവൻ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം ആയി അള്ളാഹു നിശ്ചയിച്ചതാരെയാണ്? ഇവന്റെ മാതാപിതാക്കളെയാണ്. എന്നിരിക്കെ മാതാപിതാക്കളെ വധിക്കുക എന്നുള്ളതും ഇതേപോലെ തന്നെയാണ്. വകദാലിക ഖത്ലുഹു ദാ റഹിമി, ഇതേപോലെയാണ് കുടുംബ ബന്ധമുള്ള ആളുകളെ വധിക്കുക എന്നുള്ളതും. ഇതും എന്താണ്? പാടില്ലാത്ത. അപ്പോ ഈ കൊലപാതകം മുഖേന ഉണ്ടാകുന്ന മഫ്സദത്ത് എത്ര അധികമാകുന്നുവോ അതിനനുസരിച്ച് എന്ത് ചെയ്യും? ഇതിന്റെ കാഠിന്യമേറും. മാതാപിതാക്കളോട് നന്മ ചെയ്യുക എന്നുള്ളതാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത്. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഇഹ്സാന, മാതാപിതാക്കളോട് നന്മയിൽ വർത്തിക്കണം എന്ന് അള്ളാഹുവിന്റെ വസിയ്യത്താണ്, ഗൗരവമേറിയ ഉപദേശമാണ്. എന്നിരിക്കെ മാതാപിതാക്കളോട് അനുസരണക്കേട് കാണിക്കുക അല്ലെങ്കിൽ അവരെ കൊന്നൊടുക്കുക, ഇത് എന്തായി മാറും? കഠിനമായ പാപമായി മാറും. എന്നിട്ട് ഇമാം അവറുകൾ പറഞ്ഞു, വതതഫാവതു ദറജാതുൽ ഖത്ലി ബിഹസബി ഖുബ്ഹിഹി, ഈ കൊലപാതകത്തിന്റെ ദറജകൾ, അതിന്റെ സ്ഥാനം, അത് ഏറുകയും കുറയുകയും ചെയ്യുന്നത് എങ്ങനെയാണ്? ബിഹസബി ഖുബ്ഹിഹി, അതിന്റെ ആ കൊലയുടെ മോശത്തരം അല്ലെങ്കിൽ അതിന്റെ ഖുബ്ഹ്, വൈകൃതം എത്ര ശക്തമാണോ അതിനനുസരിച്ചാണ്. വസ്തിഹ്ഖാഖി മൻ ഖതലഹു ലിസ്സഈ ഫീ ഇബ്ഖാഇഹി വനസിഹതി, പിന്നെന്തിനെയും പരിഗണിച്ചിട്ടാണ്? ഇവൻ കൊന്നിരിക്കുന്നത് ആരെയാണ് എന്നതിനെ പരിഗണിച്ചിട്ടാണ്. ഇവൻ കൊന്നത് യഥാർത്ഥത്തിൽ കൊല ചെയ്യപ്പെട്ടവൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കേണ്ടവനാണ്. ആര്? കൊന്നവൻ. ഈ മക്കൾ നിലനിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ പരിശ്രമിക്കേണ്ടവൻ ആരാണ്? മാതാപിതാക്കളാണ്. അങ്ങനെയുള്ള മക്കളെയാണ് എന്ത് ചെയ്തത്? ഒരാൾ കൊന്നത്. അല്ലെങ്കിൽ ഈ മാതാപിതാക്കളുടെ പരിപാലനം ഏറ്റവും കൂടുതൽ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടവൻ ആരാണ്? അർഹതപ്പെട്ടവൻ ആരാണ്? അവന്റെ മക്കളാണ്. മാതാപിതാക്കൾക്ക് പ്രായമായി, വാർദ്ധക്യമായി, അവരുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും അവരെ പരിപാലിക്കുകയും അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യാൻ ഏറ്റവും അർഹതപ്പെട്ടവൻ ആരാണ്? ഇവന്റെ മക്കളാണ്. അങ്ങനെ ഉള്ള ആളുകളെ, ആരുടെ മേൽ ഒരാൾക്ക് നസീഹത്തുണ്ടോ, ഗുണകാംക്ഷ അധികമായിട്ടുണ്ടോ, അങ്ങനെയുള്ള ഒരാളെയാണ് ഒരു കൊല ചെയ്യുന്നത്. അല്ലെങ്കിൽ ആരുടെ മേലാണ് കൂടുതൽ അർഹതയുള്ളത്, അങ്ങനെയുള്ള ഒരാളെയാണ് കൊല ചെയ്യുന്നത്. എങ്കിൽ എന്ത് ചെയ്യും? ഈ കൊലപാതകം ഏറ്റവും കൂടുതൽ കഠിനമേറിയതായി മാറും. വലിഹാദ, അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, കാന അശദ്ദന്നാസി അദാബൻ യൗമൽ ഖിയാമ മൻ ഖതല നബിയ്യൻ ഔ ഖതലഹു നബിയ്യുൻ. ഹദീസിന്റെ വാചകമാണത്. എന്താണ്? ജനങ്ങളിൽ ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ ശിക്ഷ ലഭിക്കുന്നയാള് ആരാണ്? ഒരു പ്രവാചകനെ കൊന്നവനാണ്, ഒരു നബിയെ കൊന്നവനാണ്, അല്ലെങ്കിൽ ഒരു നബി അവനെ കൊന്നു. എങ്കിൽ ഈ കൊല ചെയ്യപ്പെട്ടവൻ എന്താണ്?
ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കുന്നവനാണ്. ഒരു നബിയെ കൊല്ലുന്നത് ഏറ്റവും കഠിനമായ പാപമാണ്. കാരണം ഈ റസൂൽ, ഈ നബി ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് അവർക്ക് സ്വർഗം ലഭിക്കാൻ, അവർക്ക് പാപമോചനം ലഭിക്കാൻ, അള്ളാഹുവിന്റെ അനുഗ്രഹം ലഭിക്കാൻ അവരെ നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് ശരിയായ വഴികൾ എന്താണെന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരോട് നസീഹത്തോടെ പെരുമാറിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരു നബിയെ വധിക്കുക എന്നുള്ളത് ഏറ്റവും പാടില്ലാത്തതാണ്, ഏറ്റവും നികൃഷ്ടമായ കൊലപാതകമാണ്. അതുകൊണ്ട് ഒരാൾ ഒരു നബിയെ കൊന്നാൽ അവൻ ഖിയാമത്ത് നാളിൽ ഏറ്റവും കഠിനമായ പാപം അനുഭവിക്കുന്നതായിരിക്കും. അതേപോലെ തന്നെയാണ് ഒരു നബിക്ക് ഒരു മനുഷ്യനെ കൊല്ലേണ്ടി വന്നു. എന്നാൽ ആ കൊല ചെയ്യപ്പെട്ടവനും എങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാപം ശിക്ഷ അനുഭവിക്കേണ്ടവനാണ്. ഒരു റസൂൽ അല്ലെങ്കിൽ ഒരു നബി ഒരു മനുഷ്യനെ കൊല്ലേണ്ടി വരിക എന്നുള്ളത് അവൻ അത്രയ്ക്കും നികൃഷ്ടനായി മാറി എന്നുള്ളത് കൊണ്ടാണ്. ഒരു നബിയുടെ കരങ്ങൾ കൊണ്ട് ഒരാൾ വധിക്കപ്പെടുക എന്നുള്ളത് അവൻ അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ശിക്ഷ എന്തായിരിക്കും? ഏറ്റവും കഠിനമായിരിക്കും. ഇതിനോട് ചേർന്ന് വരുന്നതാണ്, ഒരാൾ ഒരു നബിയെ കൊന്നാൽ അത് കഠിനമായ പാപമാണ്, ഏറ്റവും കഠിനമായതായിരിക്കും. അതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് എന്ത്? ഒരാൾ ആദിലായ ഒരു ഇമാമിനെ വധിച്ചു, നീതിമാനായ ഒരു ഭരണാധികാരിയെ വധിച്ചു. നീതിമാനായ ഭരണാധികാരിക്ക് വലിയ ശ്രേഷ്ഠതയുണ്ട്. പരിശുദ്ധ ഖുർആൻ കൊണ്ട്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസുന്നത്ത് കൊണ്ട് ജനങ്ങളിൽ നീതിപൂർവം വിധി നടത്തുന്ന ഒരാൾ വലിയ സ്ഥാനമാണ് ഇസ്ലാം നൽകുന്നത്. ആഖിറത്തിൽ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തണലിട്ട് കൊടുക്കുന്ന 7 വിഭാഗം ആളുകളിൽ ഒരാളാണ് ആര്? ഇമാമുൻ ആദിലുൻ, ആദിലായ നീതിമാനായ ഭരണാധികാരി. ഇങ്ങനെ അവനും ജനങ്ങൾക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ്. ജനങ്ങളിൽ നീതി സ്ഥാപിക്കാൻ, അവരുടെ നന്മയ്ക്ക് വേണ്ടി, മസ്ലഹത്തിന് വേണ്ടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവനാണ്. അങ്ങനെ ഒരാളെ കൊല്ലുക എന്നുള്ളത് എന്താണ്? ഒരു നബിയെ കൊല്ലുന്നതിനോട് ചേർന്ന് നിൽക്കുന്ന കാര്യമാണ്. യഅ്മുറു الناس بالقسط, ഈ ഇമാം എന്ത് ചെയ്യുന്നു? ജനങ്ങളോട് നീതി കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വയദ്ഊഹും ഇലല്ലാഹി സുബ്ഹാനഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്നവനാണ്. വയൻസഹുഹും ഫീ ദീനിഹിം, അവരുടെ ദീനിന്റെ കാര്യത്തിൽ അവർക്ക് ഉപദേശം കൊടുക്കുകയും ചെയ്യുന്നയാളാണ്. അപ്പൊ അങ്ങനെയുള്ള ആളുകളെയാണ് വധിക്കുന്നത് എങ്കിൽ എന്ത് ചെയ്യും? ആ കൊലപാതകം കൂടുതൽ ഗൗരവമേറിയ കാര്യമായി മാറും. അപ്പോ കൊലപാതകം നടത്തുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പാപമായി കൊണ്ട് എണ്ണിയിരിക്കുന്ന കാര്യമാണ്. ഖുദുസിയായ ഹദീസിൽ കാണാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ധരിക്കുകയാണ്, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി, അല്ലയോ അടിമകളെ, ഞാൻ എന്റെ മേൽ ദുൽമിനെ നിഷിദ്ധമാക്കി, അക്രമത്തെ, വജഅൽതുഹു ബൈനകും മുഹറമ, നിങ്ങളുടെ ഇടയിൽ നാം അതിനെ ചെയ്തിട്ടുണ്ട്, നിഷിദ്ധമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഫലാ തബാലമു, നിങ്ങൾ പരസ്പരം ചെയ്യാൻ പാടില്ല, അതിക്രമം കാണിക്കാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത് കാണാൻ സാധിക്കും. അപ്പോ കൊലപാതകം വൻപാപങ്ങളിൽ ഏറ്റവും ശിർക്കിനോട് തന്നെ ചേർന്ന് നിൽക്കുന്ന ഗുരുതരമായ പാപങ്ങളിൽപ്പെട്ടതാണ്. അതിന്റെ ദറജകൾ എന്ത് ചെയ്യും? ഇങ്ങനെ കൂടുകയും കുറയുകയും ചെയ്യും. അതിനുശേഷം ഇമാം അവറുകള് വീണ്ടും വിശദീകരിക്കുകയാണ്. വഖദ് ജഅല അല്ലാഹു സുബ്ഹാനഹു ജസാഅ ഖത്ലിൻ നഫ്സിൽ മുഅ്മിന അംദൻ അൽ ഖുലൂദ ഫിന്നാർ, ഒരാൾ മുഅ്മിനായ സത്യവിശ്വാസിയായ ഒരു ജീവൻ, ഒരു മനുഷ്യന്റെ ജീവൻ എടുത്തു, ഒരു വിശ്വാസിയായ ഒരു മനുഷ്യൻ എന്ത് ചെയ്തു? കൊന്നുകളഞ്ഞു. എങ്ങനെയാണ് കൊന്നത്? മനഃപൂർവമാണ് അവൻ കൊന്നത്. ഇങ്ങനെ കൊന്നാൽ അതിനുള്ളതായ ജസാ ആയിട്ട്, ശിക്ഷയായി അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിരിക്കുന്നത് അൽ ഖുലൂദ ഫിന്നാർ, എന്താണ്? നരകത്തിൽ അവൻ ശാശ്വതനായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല വഗദബൽ ജബ്ബാരി വലഅനത, ജബ്ബാറായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കോപവും അവന്റെ മേൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ലഅനത്തും അവന്റെ മേൽ അല്ലാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതിനും പുറമെ വഇഅദാദൽ അദാബിൽ അദീമില,
വളരെ ഗുരുതരമായ ശിക്ഷയും അല്ലാഹു അവന് വേണ്ടി ഒരുക്കി വച്ചിട്ടുണ്ട്. ഹാദാ മൂജിബു ഖത്ലിൽ മുഅ്മിനി അംദൻ, ഒരു വിശ്വാസിയെ മനഃപൂർവ്വം കൊന്നാൽ അവന് നിർബന്ധമായും അനിവാര്യമായി തീരുന്ന കാര്യങ്ങളാണിത്. നരകശിക്ഷ, കഠിനമായ ശിക്ഷ അള്ളാഹു ഒരുക്കി വച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ കോപമുണ്ട്, അള്ളാഹുവിന്റെ ശാപമുണ്ട്. ഇമാം അവർകൾ ഇവിടെ ലാസ്റ്റ് ഒരു നിബന്ധന പറയുന്നുണ്ട്, മാലം യംനഅ മിൻഹു മാനിഉൻ, ഈ പറയുന്ന പ്രതിഫലങ്ങളെ തടുക്കുന്ന ഒന്നും ഉണ്ടായിട്ടില്ല എങ്കിൽ, ഈ പറയുന്ന ശിക്ഷ അവന് ലഭിക്കാതിരിക്കാൻ എന്തെങ്കിലും തടസ്സമുണ്ടായിട്ടില്ല എങ്കിൽ ഒഴികെ. ഒരാൾ തൗഹീദുള്ളവനാണ്, അവന്റെ തൗഹീദ് അവൻ സമ്പൂർണമാക്കിയവനാണ്, അല്ലെങ്കിൽ യാഥാർത്ഥ്യവൽക്കരിച്ചവനാണ്, ശിർക്ക് ചെയ്യാത്തവനാണ്. അങ്ങനെയാണെങ്കിൽ ഈ തൗഹീദ് എന്ത് ചെയ്യും? നരകത്തിൽ പ്രവേശിക്കുന്നതിനെ തൊട്ട്, അല്ലെങ്കിൽ നരകത്തിൽ കാലാകാലം കഴിയുന്നതിനെ തൊട്ട് എന്ത് ചെയ്യും? അവന്റെ മുന്നിൽ തടസ്സമായി വരും. തൗഹീദ് ഒരു മനുഷ്യനെ നരകത്തിൽ കാലാകാലം കഴിയുന്നതിനെ തൊട്ട് ഉള്ള തടസ്സമാണ്. അതാണ് പറഞ്ഞത് മാലം യംനഅ മിൻഹു മാനിഉൻ, എന്ത് ചെയ്തിട്ടില്ല എങ്കിൽ, ഒരു മാനി അവിടെ വന്നിട്ടില്ല എങ്കിൽ, ഒരു തടസ്സം വന്നിട്ടില്ല എങ്കിൽ. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറഞ്ഞതാണിത്, വമൻ ഖതല മുഅ്മിനൻ മുതഅമ്മിദൻ, ആരെങ്കിലും ഒരു വിശ്വാസിയെ മനഃപൂർവ്വം വധിച്ചാൽ, അറിയാതെ സംഭവിച്ചതല്ല. മുസ്ലിമീങ്ങളും കുഫാറുകളും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. അതിനിടയിൽ അറിയാതെ അവന്റെ ആയുധം എന്ത് ചെയ്തു? ഒരു മുസ്ലിമിന്റെ ശരീരത്തിൽ സ്പർശിക്കുകയും മരണപ്പെട്ടു പോവുകയും ചെയ്തു. ഇത് മനഃപൂർവ്വം സംഭവിച്ചതാണോ? അല്ല, അറിയാതെ സംഭവിച്ചതാണ്. അതല്ല പറയുന്നത്. പിന്നെയോ, അറിയാതെ സംഭവിച്ചാൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ മനഃപൂർവ്വം ഒരാൾ ഒരു വിശ്വാസിയെ വധിച്ചാൽ, ഫജസാഉഹു ജഹന്നം, അവന്റെ ജസാ, അവനുള്ള പ്രതിഫലം എന്താണ്? നരകമാണ്. ഖാലിദൻ ഫീഹാ, അവൻ അതിൽ ശാശ്വതനായ നിലയിൽ. വഗദിബല്ലാഹു അലൈഹി, അല്ലാഹു അവന്റെ മേൽ എന്തിരിക്കുന്നു? കോപിച്ചിരിക്കുന്നു. വലഅന, അവനെ ശപിക്കുകയും ചെയ്തിരിക്കുന്നു. അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളിൽ നിന്ന് അവനെ വിദൂരത്താക്കുകയും ചെയ്തിരിക്കുന്നു. വഅഅദ്ദ ലഹു അദാബൻ അദീമാ, വളരെ ഗുരുതരമായ ഗൗരവമേറിയിരിക്കുന്ന ശിക്ഷയും അല്ലാഹു ചെയ്തിട്ടുണ്ട്, അവന് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇമാം അവർകൾ ഇതിനെ ഒന്നുകൂടി വിശദീകരിക്കുകയാണ്. വലാ ഖിലാഫ അന്നൽ ഇസ്ലാമൽ വാഖിഅ ബഅദൽ ഖത്ലി, ഒരാൾ ഈ രീതിയിൽ ഒരു മുസ്ലിമിനെ കൊന്നു, മുഅ്മിനായ ഒരു മനുഷ്യനെ മനഃപൂർവ്വം കൊന്നു. കൊന്നതിന് ശേഷം സ്വയമേ തൗഅൻ വഖ്തിയാറൻ, അവൻ സ്വയം വിധേയപ്പെട്ടുകൊണ്ട് സ്വയം തെരഞ്ഞെടുപ്പിനാൽ എന്ത് ചെയ്തു? അവനിൽ നിന്ന് ഇസ്ലാം സംഭവിച്ചു. ഇവൻ ഈ വിശ്വാസിയെ കൊല്ലുമ്പോൾ ആരായിരുന്നു? കാഫിറായിരുന്നു. അതിനുശേഷം ഇവൻ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ തൗഹീദ് മനസ്സിലായി, ഈമാൻ എന്താണെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ സ്വയം ഇഷ്ടപ്രകാരം അവൻ എന്ത് ചെയ്തു? മുസ്ലിമായി മാറി, തൗഹീദിലേക്ക് വന്നു. എന്നാൽ മാനിഉൻ മിൻ നുഫൂദി ദാലികൽ ജസാ, ആദ്യം പറഞ്ഞ ജസാ ഉണ്ടല്ലോ, ആ ജസാഇനെ തൊട്ട് തടയുന്ന ഒരു മാനിആണെന്ത്? ഈ പറയുന്ന അവന്റെ ഇസ്ലാം സ്വീകരണം. ഒരാൾ ഒരു മുഅ്മിനെ കൊന്നു, അതിനുശേഷം അവൻ എന്ത് ചെയ്തു? സ്വയം ഇഷ്ടപ്രകാരം ഇസ്ലാമിന്റെ സൗന്ദര്യം മനസ്സിലാക്കി അവൻ മുസ്ലിമായി മാറി. എങ്കിൽ ഈ മുഅ്മിനെ കൊന്ന ജസാ അത് ഇവന്റെ മേൽ നടപ്പിലാക്കപ്പെടാതിരിക്കാൻ ഉള്ള ഒരു തടസ്സമാണെന്ത്? ഇവന്റെ ഇസ്ലാം സ്വീകരണം. ഇതിൽ സംശയമില്ല ഉലമാക്കൾക്ക്. എന്നാൽ വഹൽ തംനഉ തൗബത്തുൽ മുസ്ലിമി മിൻഹു ബഅദ വഖൂഇഹി ഫീഹി, എന്നാൽ ഈ മുഅ്മിനെ കൊന്നത് ഒരു മുസ്ലിം തന്നെയാണ്. ഒരു മുസ്ലിം എന്ത് ചെയ്തു? വേറൊരു മുസ്ലിമിനെ കൊന്നു. കൊന്നതിന് ശേഷം ഇവൻ തൗബ ചെയ്തു. ഇവൻ ഒരു മുസ്ലിമിനെ വധിച്ചതിന് ശേഷം ഇവൻ എന്ത് ചെയ്തു? തൗബ ചെയ്തു. അങ്ങനെ തൗബ ചെയ്താൽ ഇവന്റെ തൗബ ഈ ശിക്ഷ അവന് ലഭിക്കുന്നതിനെ തൊട്ട് ഉള്ള ഒരു മാനിയാണോ, തടസ്സമാണോ? അതാണ് ചോദ്യം. വഹൽ തംനഉ തൗബത്തുൽ മുസ്ലിമി മിൻഹു, ഒരു മുസ്ലിം കൊലപാതകം നടത്തിയ കാരണത്താൽ ചെയ്തിരിക്കുന്ന തൗബ അത് തടുക്കുമോ? ബഅദ വഖൂഇഹി ഫീഹി, അവൻ ഈ കൊലപാതകത്തിൽ ഏർപ്പെട്ടതിന് ശേഷം
അവൻ ചെയ്തിരിക്കുന്നതായ തൗബ ഈ ശിക്ഷാ നടപടി ഇവന്റെ മേൽ നടപ്പിലാക്കുന്നതിനെ തൊട്ട് തടുക്കുന്ന ഒരു തടസ്സമാണോ? ഇവിടെ ഖൗലാനി ലിസ്സലഫി വൽ ഖലഫ്, സലഫുകൾക്കും മുൻഗാമികളായ ഉലമാക്കൾക്കും ശേഷം വന്നവർക്കും ഈ വിഷയത്തിൽ എന്തുണ്ട്? രണ്ട് അഭിപ്രായമുണ്ട്. വഹുമാ റിവായതാനി അനിൽ ഇമാമി അഹ്മദ്, ഇത് രണ്ടും ഇമാം അഹ്മദ് റഹിമഹുള്ളയെ തൊട്ട് ഉദ്ധരിക്കപ്പെട്ടതാണ്. വല്ലദീന ഖാലു, ഒരു വിഭാഗം പറയുന്നു. എന്താണ് അവർ പറയുന്നത്? ലാ തംനഉ തൗബതു മിൻ നുഫൂദി, തൗബ ചെയ്തു എന്നുള്ള കാരണത്താൽ മുഅ്മിനിനെ കൊന്നാൽ ലഭിക്കുന്നതായ ജസാ, അതിന്റെ ശിക്ഷാ നടപടിയെ തൊട്ട് അത് നടപ്പിലാക്കുന്നതിനെ തൊട്ട് എന്ത് ചെയ്യൂല? ഇവന്റെ തൗബ അവനെ തടുക്കുകയില്ല. ലാ തംനഉ തൗബതു മിൻ നുഫൂദിഹി, തൗബ എന്ത് ചെയ്യില്ല? ഈ കൊലപാതകക്ക് മുഅ്മിനായ മനുഷ്യനെ മനഃപൂർവ്വം കൊന്നയാൾക്ക് ലഭിക്കുന്ന ശിക്ഷ അവന്റെ മേൽ നടപ്പിലാക്കുന്നതിനെ തൊട്ട് തൗബ എന്ത് ചെയ്യൂല? തടുക്കുകയില്ല. തൗബ അവന് മുന്നിൽ ഒരു മാനി അല്ല എന്നാണ് ഒരു വിഭാഗം പറയുന്നത്. എന്താണ് അവരുടെ ന്യായം? അവർക്ക് ചില ന്യായങ്ങളുണ്ട്. റഅൗ അന്നഹു ഹഖ്ഖുൻ ലിആദമിയ്യിൻ ലം യസ്തൗഫിഹി ഫീ ദാരിദ് ദുനിയ വഖറജ മിൻഹു ബിദുലാമതി ഫലാ ബുദ്ദ അൻ യുസ്തൗഫാ ഫീ ദാരിൽ അദ്ൽ. എന്തുകൊണ്ടാണ് തൗബ ചെയ്താലും ഇവന് ശിക്ഷ ലഭിക്കുമെന്ന് പറയാൻ കാരണം? അവർ കാണുന്നത്, അവരുടെ അഭിപ്രായം, അന്നഹു ഹഖ്ഖുൻ ലിആദമിയ്യിൻ, ഇത് ഈ പറയപ്പെട്ടതായ ശിക്ഷാ നടപടി അവന്റെ മേൽ നടപ്പിലാക്കുക എന്നുള്ളത് ഒരു മനുഷ്യനോടുള്ളതായ ഒരു ഹക്കാണ്, ഇടപാടാണത്. ഒരു മനുഷ്യന്റെ മേലുള്ള ആദമീയായ ഒരു മനുഷ്യനോടുള്ളതായ അവന്റെ മേലുള്ള അവകാശമാണത്. ലം യസ്തൗഫിഹി ഫീ ദാരിദ് ദുനിയ, അതെന്ത് ചെയ്തിട്ടില്ല? ഈ മനുഷ്യനോട്, കൊല ചെയ്യപ്പെട്ടിരിക്കുന്ന മനുഷ്യനോട് അവന്റെ അവകാശം ദുനിയാവിൽ വെച്ച് എന്ത് ചെയ്തിട്ടില്ല? വീട്ടപ്പെട്ടിട്ടില്ല. അവൻ കൊല ചെയ്യപ്പെട്ടു, അവന്റെ അവകാശമാണെന്ത്? തിരികെ കൊല്ലുക എന്നുള്ളത്. കൊല ചെയ്യപ്പെട്ടവന് ലഭിക്കേണ്ട അവകാശമാണെന്ത്? തിരികെ ഇവന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത്. ദുനിയാവിൽ വെച്ച് ഈ കൊല ചെയ്യപ്പെട്ടവന് അവന്റെ അവകാശം ലഭിച്ചോ? കൊല ചെയ്യപ്പെട്ടവൻ മരിച്ചുപോയി, അവന് ലഭിക്കേണ്ട ഹക്ക് അവനക്ക് കിട്ടിയോ? ദുനിയാവില് കിട്ടിയോ? കിട്ടിയിട്ടില്ല. അപ്പൊ ഇവന് ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ഈ കൊല ചെയ്യപ്പെട്ട മനുഷ്യന്റെ അവന്റെ അവകാശമാണ്. അത് ദുനിയാവിൽ വെച്ച് എന്ത് ചെയ്തിട്ടില്ല? നടപ്പിലാക്കപ്പെട്ടിട്ടില്ല. അവൻ ഈ ഭൂമിയിൽ നിന്ന് വിട്ടുപോയത് ഈ അക്രമം പേറിക്കൊണ്ടാണ്. ആക്രമിക്കപ്പെട്ടവനായ നിലയിൽ ഈ അതിക്രമം പേറിക്കൊണ്ടാണ് അവൻ എന്ത് ചെയ്തത്? മരണപ്പെട്ടു പോയത്. അതുകൊണ്ട് നീതിയുടെ ലോകത്ത്, ആഖിറത്തിൽ അനിവാര്യമായും ഇവന് തിരികെ എന്ത് ചെയ്യപ്പെടേണ്ടതുണ്ട്? പ്രതികാര നടപടി സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്ന ഒരു ന്യായം. ഈ കൊല ചെയ്യപ്പെട്ടവൻ എന്ത് ചെയ്തു? ഇവൻ തൗബ ചെയ്താലും ചെയ്തില്ലെങ്കിലും, കൊന്നവൻ തൗബ ചെയ്താലും ചെയ്തില്ലെങ്കിലും, ഈ കൊല ചെയ്യപ്പെട്ടവന് അവന് ലഭിക്കേണ്ട അവകാശമാണെന്ത്? ഇവനോട് പ്രതികാര നടപടി സ്വീകരിക്കുക എന്നുള്ളത്. ദുനിയാവിൽ വെച്ച് അവന് സാധിച്ചോ? അത് സാധിച്ചിട്ടില്ല. അപ്പൊ ആഖിറത്തിൽ വെച്ചത് വീട്ടപ്പെടണം എന്നുള്ളതാണ് എന്ത്? തൗബ മാനി അല്ല എന്ന് പറയുന്ന ആളുകളുടെ ഒരു ന്യായം. രണ്ടാമത്തെ ന്യായം മുഖാലു അവർ പറയുന്നു, വമസ്തൗഫാഹുൽ വാരിസു ഇന്നമസ്തൗഫാ മഹ്ല ഹഖ്ഖിഹി. അപ്പോ കൊല ചെയ്യപ്പെട്ടവൻ മരിച്ചുപോയി, കൊന്നവൻ തൗബ ചെയ്തു. അപ്പോ കൊല ചെയ്യപ്പെട്ടവന്റെ വലിയകളുണ്ട്, അവന്റെ ബന്ധുക്കളുണ്ട്. ഇവർക്ക് എന്ത് ചെയ്യാം? ഖിസാസ് നടപടി സ്വീകരിക്കാം. ഇവനെതിരിൽ എന്ത് ചെയ്യാം? ശിക്ഷ പ്രതികാര നടപടി എടുക്കാം, ഇവനെ തിരിച്ചു കൊല്ലാം. അപ്പോ വമസ്തൗഫാഹുൽ വാരിസു, ഇങ്ങനെ ഈ കൊല ചെയ്യപ്പെട്ടവന്റെ അനന്തരാവകാശി എടുത്തിരിക്കുന്നതായ ഖിസാസ്, അത് ഇന്നമസ്തൗഫാ മഹ്ല ഹഖ്ഖിഹി, അത് ആരുടെ ഹക്കാണ്? അത് ഈ വലിയന്റെ ഹക്കാണ്. മരണപ്പെട്ടവന്റെ വലിയനുള്ളതായ ഹക്കാണ് എന്ത്? ദുനിയാവിൽ വെച്ച് അവനെ ഖിസാസിന് വിധേയമാക്കുക, തിരികെ പ്രതികാര നടപടിക്രമം ചെയ്യുക എന്നുള്ളത് ആർക്കുള്ള ഹക്കാണ്?
അത് ഈ കൊല ചെയ്യപ്പെട്ടവന്റെ ഹക്കല്ല, അവൻക്ക് കിട്ടേണ്ട അവകാശമല്ല. പിന്നെ അത് ഈ വലിയനുള്ളതാണ്. കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കൾക്കുള്ളതായ അവകാശമാണ്. ഇവനെ ദുനിയാവിൽ വെച്ച് എന്ത് ചെയ്യുക? പ്രതികാര നടപടി ഇവനോട് സ്വീകരിക്കുക എന്നുള്ളത്. അല്ലദീ ഖയ്യറഹു അല്ലാഹു ബൈന ഇസ്തിഫാഇഹി വൽ അഫ്വി അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വലിയന് ഖിയാർ നൽകിയിട്ടുണ്ട്, തെരഞ്ഞെടുക്കാനുള്ള അവകാശം നൽകിയിട്ടുണ്ട്. ഒന്നുകിൽ എന്ത് ചെയ്യാം? ഈ കൊന്നയാളെ തിരികെ കൊല്ലാം, ഖിസാസ് നടപടി സ്വീകരിക്കാം. അല്ലെങ്കിൽ വൽ അഫ്വി അൻഹു, അല്ലെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം? വിട്ടുവീഴ്ച ചെയ്യാം. ഇത് ആർക്കുള്ള അവകാശമാണ്? ഇത് വലിയനുള്ള അവകാശമാണ്. കൊല ചെയ്യപ്പെട്ട ആളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇതിന്? ഇല്ല. കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കൾക്കുള്ള അവകാശമാണത്. അവന് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ കൊല ചെയ്യപ്പെട്ടവനെ കൊല്ലാൻ വേണ്ടിയിട്ട് നടപടി സ്വീകരിക്കാം ഹാക്കിമിന്റെ അടുക്കല്. അതല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യാം? മാപ്പ് ചെയ്തു കൊടുക്കാം. ഇത് ആരുടെ അവകാശമാണ്? അപ്പോ ഈ വലിയന്റെ അവകാശമാണ് തീർത്തും, ആരുടെ അവകാശമല്ല? കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശവുമായി ബന്ധമുള്ളതല്ല. വമാ യൻഫഉൽ മഖ്തൂല മിൻ ഇസ്തിഫാഇ വാരിഥി. ഈ അനന്തരാവകാശി ഇവന്റെ മേൽ ഖിസാസ് എടുത്തു, ശിക്ഷാ നടപടി സ്വീകരിച്ചു, തിരിച്ചവനെ കൊന്നു എന്നുള്ളത് കൊണ്ട് മഖ്തൂലിന് എന്ത് നേട്ടാണുള്ളത്? കൊല ചെയ്യപ്പെട്ടവൻ എന്തെങ്കിലും നേട്ടമുണ്ടോ? കൊല ചെയ്യപ്പെട്ടവൻ അത് മുഖേന ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. അവിടെ പ്രതികാര നടപടി സ്വീകരിച്ച ആരാണ്? കൊല ചെയ്യപ്പെട്ടവന്റെ ബന്ധുക്കൾ മാത്രമാണ്. എന്ത് വീണ്ടെടുപ്പാണ് ഇവൻ അനുഭവിച്ച ഈ അതിക്രമത്തിന്? കൊല ചെയ്യപ്പെട്ടവൻ നേരിട്ട അതിക്രമത്തിന് ഈ അനന്തരാവകാശി ശിക്ഷാ നടപടി സ്വീകരിച്ചു എന്നുള്ളതിനാൽ കൊല ചെയ്യപ്പെട്ടവന് എന്ത് നേട്ടമാണുള്ളത്? ഒരു നേട്ടമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തൗബ ചെയ്തു എന്നുള്ളതിനാൽ എന്തുമില്ല, എന്ത് സംഭവിക്കൂല? അത് ഇവന്റെ മേൽ ഒരു മാനി അല്ല എന്നുള്ളതാണ്. എന്ത്? ഇവന്റെ മേൽ ആഖിറത്തിൽ ശിക്ഷാ നടപടി ഉണ്ടാകും എന്നുള്ളതിന്റെ ഒരു തടസ്സമല്ല എന്നുള്ളതാണ് ഈ പറഞ്ഞ വിഭാഗത്തിന്റെ ന്യായം. എന്നിട്ട് ഇമാം അവറുകൾ പറയുകയാണ്, വഹാദ അസഹുൽ ഖൗലൈനി ഫിൽ മസ്അല. ഇത് രണ്ട് ഖൗലുകളില് കൂടുതൽ ശരിയായ ഒരു അഭിപ്രായമാണിത്. എന്ത്? അന്ന ഹഖൽ മഖ്തൂലി ലാ യസ്ഖുതു ബിസ്തിഫാഇൽ വാരിസ് എന്നുള്ളത്. എന്താണ്? ഈ കൊല ചെയ്യപ്പെട്ടവന്റെ ഹക്ക്, കൊല ചെയ്യപ്പെട്ടവന് ലഭിക്കാനുള്ള അവകാശം അനന്തരാവകാശി ശിക്ഷാ നടപടി സ്വീകരിച്ചു, തിരിച്ചവനെ കൊന്നു എന്നുള്ളത് കൊണ്ട് കൊല ചെയ്യപ്പെട്ടവന് ലഭിക്കേണ്ട അവകാശം വീണുപോയിട്ടില്ല, അത് ഇല്ലാതെയായി പോയിട്ടില്ല എന്നുള്ളത് ശരി തന്നെയാണ്. അത് വീണുപോവില്ല. വഹുമാ വജ്ഹാനി ലി അസ്ഹാബി ശാഫിഈ വ അഹ്മദ വഗൈരിഹിം. ഇതാണ്, ഈ രണ്ട് ന്യായങ്ങളാണ് ഇമാം ഷാഫിഈയുടെ മദ്ഹബ് പിന്തുടരുന്ന ഉലമാക്കൾക്കും അതേപോലെ ഇമാം അഹ്മദിനും മറ്റു ചില പണ്ഡിതന്മാർക്കുമുള്ളതായ ന്യായമാണ്, അവരുടെ ന്യായമാണിത്. തൗബ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്ത് ചെയ്യൂല? ഈ ശിക്ഷാ നടപടി അവരുടെ മേൽ നടപ്പിലാക്കപ്പെടുന്നതിനെ തൊട്ട് എന്ത് ചെയ്യൂല? തടസ്സമാവുകയില്ല. ഇവിടെ ഇമാം അവറുകൾ പറഞ്ഞിരിക്കുന്നത് ഈ രണ്ട് കൗലുകളിൽ അസഹായത് എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശം എന്താണ്? അതുകൊണ്ടുള്ള ഉദ്ദേശം മരണപ്പെട്ടവന്റെ അനന്തരാവകാശി കൊല ചെയ്ത ആളുടെ മേൽ ശിക്ഷാ നടപടി സ്വീകരിച്ചു തിരിച്ചു കൊന്നു എന്നുള്ളതിനാൽ കൊല ചെയ്യപ്പെട്ടവന്റെ അവകാശം ചെയ്തിട്ടില്ല, വീണുപോയിട്ടില്ല എന്നുള്ള വാദം ശരിയാണെന്നാണ് എന്ത് ചെയ്തത്? പറഞ്ഞത്. ഇനി ഒരു വിഭാഗം ആളുകളുടെ അഭിപ്രായം പറഞ്ഞത്. വേറൊരു വിഭാഗം ഉലമാക്കൾ അഭിപ്രായപ്പെടുന്നത് അന്നഹു യസ്ഖുതു ബിത്തൗബ. എന്ത് ചെയ്യും? തൗബ ചെയ്യൽ കൊണ്ട് അവന്റെ ശിക്ഷാ നടപടി എന്ത് ചെയ്യും? സാക്കിത്തായി പോകും, വീണുപോകും. വസ്തീഫാഇൽ വാരിഥി, തൗബ മാത്രമല്ല വസ്തീഫാഇൽ വാരിഥി, അനന്തരാവകാശി തിരികെ ഇവൻ എന്തും ചെയ്തു? ഖിസാസ് ചെയ്തു, അവനെ കൊല്ലും ചെയ്തു. ഇവൻ തൗബ ചെയ്തിട്ടുണ്ട്, അങ്ങനെ അനന്തരാവകാശി തിരികെ എന്ത് ചെയ്തു? ഹാക്കിമു മുഖേന, ഹാക്കിമാണ് കൊല്ലേണ്ടത്, ഹാക്കിമു മുഖേന എന്ത് ചെയ്തു? ഭരണാധികാരി മുഖേന ശിക്ഷാ നടപടി സ്വീകരിച്ച് ഇവന്റെ മേൽ ഖിസാസ് നടപ്പിലാക്കി തിരികെ അവനെ കൊല്ലുകയും ചെയ്തു. അങ്ങനെ തൗബ ചെയ്യുകയും ഭൂമിയിൽ വെച്ച് അനന്തരാവകാശി ഇവന്റെ മേൽ ഖിസാസ് നടപ്പിലാക്കപ്പെടുകയും ചെയ്താൽ അവന്റെ മേലുള്ളതായ ആഖിറത്തിലുള്ള ആ ശിക്ഷക്ക് എന്ത് ചെയ്തു? അതൊരു തടസ്സമായി മാറി എന്നാണ് വേറൊരു വിഭാഗം ഉലമാക്കൾ എന്ത് ചെയ്യുന്നത്? അഭിപ്രായപ്പെടുന്നത്. കാരണം തൗബ അതിനു മുമ്പുള്ള സകലതിനെയും എന്ത് ചെയ്യും? ഇല്ലാതെയാക്കി കളയും എന്നുള്ളതാണ് ഇവരുടെ ന്യായം.
ഇവൻ ചെയ്തിരിക്കുന്നതായ അവന്റെ പാപം, ഇവൻ ചെയ്തിരിക്കുന്ന അതിക്രമം, അതിന് അവന്റെ മേൽ ഹദ്ദു നടപ്പിലാക്കപ്പെട്ടു. തൗബ ചെയ്തപ്പോ എന്ത് ചെയ്തു? അവന്റെ മുൻപാപങ്ങളെല്ലാം ഒന്ന് മുഖേന പൊറുക്കപ്പെട്ടു. ശിക്ഷാ നടപടിയാകട്ടെ ഹദ്ദ് മുഖേന ഇവനെ തിരിച്ചു പോന്നല്ലോ, അത് മുഖേന ഇവൻ ചെയ്തിരിക്കുന്ന പാപത്തിന് ഉള്ള പരിഹാരമാവുകയും ചെയ്തു എന്നാണ് അവരുടെ വീക്ഷണം. അതിനവർ പറയുന്ന ചില ന്യായങ്ങളുണ്ട്. രണ്ടാമത്തെ വിഭാഗത്തിലും ചില ന്യായങ്ങളുണ്ട്. എന്താണത്? ഒന്നാമത്തെ ന്യായം അവർ പറയുന്നു, വഇദാ കാനത്തി തൗബതു തംഹു അസറൽ കുഫ്രി വസ്സിഹർ. തൗബ ചെയ്താൽ തൗബ കുഫറിന്റെയും സിഹറിന്റെയും അടയാളങ്ങൾ വരെയും മായ്ച്ചു കളയാൻ ശേഷിയുള്ളതാണിത്. തൗബ, ഒരാൾ കുഫർ ചെയ്തു, ഒരാൾ സിഹർ ചെയ്തു. ഈ ഖത്ലിനേക്കാളും കൊലപാതകത്തെക്കാളും ഗൗരവമേറിയതാണെന്ത്? കുഫറും സിഹറും. ഇത് ചെയ്തിരിക്കുന്ന ആളുകൾ തൗബ ചെയ്താൽ ആ തൗബ മുഖേന ഇവരുടെ ഈ പാപത്തിന്റെ അടയാളങ്ങൾ എന്ത് ചെയ്യും? നീങ്ങിപ്പോകും. വഹുമാ അഅ്ദമു ഇസ്മൻ മിനൽ ഖത്ൽ. കുഫറും സിഹറും കൊലപാതകത്തെക്കാൾ എന്താണ്? ഗുരുതരമേറിയതാണ്. ഫകൈഫ തഖ്സുറു അൻ മഹ്വി അഥരിൽ ഖത്ൽ. അപ്പോ ഈ തൗബ മുഖേന അത് കൊലപാതകത്തിന്റെ അഥറിനെ മായ്ച്ചു കളയുന്നതിനെ തൊട്ട് ഈ തൗബക്ക് പിന്നെ എന്താണ് കുറവുള്ളത്? കുഫറിന്റെയും സിഹറിന്റെയും അടയാളങ്ങൾ തൗബ മായ്ച്ചു കളയുമെങ്കിൽ എന്ത് ചെയ്യും? ഖത്ലിന്റെ അടയാളങ്ങൾ എന്ത് ചെയ്യണം? മായ്ച്ചു കളയണം എന്നുള്ളതാണ് ഇവരുടെ ന്യായം. വഖദ് ഖബിലല്ലാഹു തൗബത്തൽ കുഫാർ. കുഫാറുകളുടെ തൗബ ആര് സ്വീകരിച്ചിട്ടുണ്ട്? അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. അല്ലദീന ഖതലു ഔലിയാ, അല്ലാഹുവിന്റെ വലിയകളെ കൊന്നൊടുക്കിയ കുഫാറുകളുടെ വരെയും തൗബ ആര് സ്വീകരിച്ചിട്ടുണ്ട്? അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട്. വജഅലഹും മിൻ ഖിയാരി ഇബാദി. അങ്ങനെ ഉള്ള ആളുകളെ അല്ലാഹു അവന്റെ അടിമകളിൽ ഏറ്റവും തെരഞ്ഞെടുക്കപ്പെട്ട അടിമകളാക്കിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ വലിയകളെ കൊന്നൊടുക്കിയ കുഫാറുകൾ വരെയും തൗബ ചെയ്ത് തിരിച്ചു വന്നപ്പോ അള്ളാഹു അവന്റെ ഏറ്റവും ഇഷ്ടദാസന്മാരാക്കി മാറ്റിയിട്ടുണ്ട് അവരെ. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔലിയാക്കളെ ചുട്ടുകരിച്ചു കൊന്നിരിക്കുന്നതായ ആളുകളെ, ദീനിനെ തൊട്ട് അവരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി ഫിത്നയുണ്ടാക്കുന്ന ആളുകളെ അള്ളാഹു എങ്ങോട്ട് ക്ഷണിക്കുന്നുണ്ട്? തൗബ ചെയ്യാൻ ക്ഷണിക്കുന്നുണ്ട് അള്ളാഹു. അള്ളാഹു പറയുന്നത് കാണാം, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്കുക, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. അല്ലയോ എന്റെ അടിമകളെ, സ്വയം നഫ്സുകളോട് അതിക്രമം കാണിച്ചിരിക്കുന്ന എന്റെ അടിയാറുകളെ, നിങ്ങൾ അള്ളാഹുവിന്റെ റഹ്മത്തിനെ തൊട്ടെന്ത് ചെയ്യേണ്ടതില്ല? നിരാശപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല മുഴുവൻ പാപങ്ങളെയും എന്ത് ചെയ്യും? പുറത്തു തരും എന്ന് പറഞ്ഞ് തൗബയിലേക്ക് ക്ഷണിക്കുന്നുണ്ട് അല്ലാഹു. ഏത് പാപം ചെയ്തവനെയും അല്ലാഹു ക്ഷണിക്കുകയാണ് തൗബയിലേക്ക്. ഫഹാദാ ഫീ ഹഖ്ഖി തായിബി വഹിയ തതനാവലുൽ കുഫ്ര വമാ ദൂനഹു. ഇത് ആരെയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് ഈ പറയുന്ന തൗബ അല്ലാഹു സ്വീകരിക്കുമെന്ന് പറയുന്നത്? കുഫ്ർ ചെയ്തവന്റെ തൗബയും ഇതിൽ ഉൾപ്പെടും. അതിന് താഴെ ഏതെങ്കിലും പാപങ്ങൾ ചെയ്ത ആളുടെ തൗബ എന്ത് ചെയ്യും? ഇതിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ തൗബ ചെയ്താൽ ഈ ശിക്ഷാ നടപടി അവന്റെ മേൽ സ്വീകരിക്കുന്നതിനെ തൊട്ട് ആ തൗബ എന്ത് ചെയ്യും? തടസ്സമാകും എന്നുള്ളതാണ് ഇവരുടെ ന്യായങ്ങളിൽ ഒന്ന്. വീണ്ടും അവർ പറയുന്നത് കാണാം, ഖാലു വകൈഫ യതൂബുൽ അബ്ദു മിനൽ ദംബി വയുആഖബു അലൈഹി ബഅദ തൗബ. എങ്ങനെയാണ് ഒരു അടിമയെ ശിക്ഷിക്കപ്പെടുക? ഒരു അടിമ അവൻ തൗബ ചെയ്യുന്നു, അവൻ ചെയ്തിരിക്കുന്ന പാപത്തെ തൊട്ട് അവൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു, തൗബ ചെയ്യുന്നു. എന്നിട്ട് ആ തൗബക്ക് ശേഷം അവൻ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് എങ്ങനെയാണ് ന്യായമായി തീരുന്നത്? അള്ളാഹുവിന്റെ ശറഇൽ അവൻ പ്രതിഫലം കൊടുക്കുന്ന കാര്യത്തിൽ ഇത് എന്താണ്? ഇത് സംഭവിക്കുകയില്ല എന്നുള്ള അറിയപ്പെട്ടിരിക്കുന്ന കാര്യമാണ്. അതാണ് ഇവരുടെ രണ്ടാമത്തെ ന്യായം. ഒരാൾ പാപം ചെയ്തതിനു ശേഷം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങി എന്നാൽ പിന്നെ എങ്ങനെയാണ് അവനെ ശിക്ഷിക്കാൻ സാധിക്കുക? ഇതൊരിക്കലും സംഭവ്യമല്ല എന്നുള്ളതാണ് വേറൊരു ന്യായം. മൂന്നാമത് വീണ്ടും അവർ പറയുന്നത് കാണാം, വതൗബതു ഹാദൽ മുദ്നിബി തസ്ലീമു നഫ്സി. ഈ മുദ്നിബായ പാപം ചെയ്ത ഒരു മനുഷ്യന്റെ തൗബ എന്ന് പറയുന്നത് അവന്റെ നഫ്സിനെ അവൻ ഏൽപ്പിച്ചു കൊടുക്കലാണ്. അവന്റെ നഫ്സിനെ അവൻ എന്ത് ചെയ്യുന്നു? കീഴ്പ്പെടുത്തലാണ്. അവൻ കീഴൊതുങ്ങലാണ്, കീഴടങ്ങലാണ്.
വലാ യുംകിനു തസ്ലീമുഹാ ഇലൽ മഖ്തൂലി ഫഅഖാമ അശ്ശാരിഉ വലിയഹു മഖാമ വലാ യുംകിനു തസ്ലീമുഹാ ഇലൽ മഖ്തൂൽ. ഈ മുദ്രിബിന്, പാപം ചെയ്തയാൾക്ക് അവന്റെ ശരീരത്തെ കൊല ചെയ്യപ്പെട്ടയാൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇവനൊരാൾ കൊന്നിട്ട് നീ എന്നെ തിരിച്ചു കൊന്നോ എന്ന് പറഞ്ഞിട്ട് കൊല ചെയ്യപ്പെട്ട ആളുടെ അടുത്ത് പോകാൻ പറ്റുമോ? കീഴടങ്ങാൻ പറ്റുമോ? സാധാരണ രീതിയിൽ ഒരു പാപം ചെയ്തു ഒരാളുടെ സമ്പത്ത് മോഷ്ടിച്ചു, എന്നാൽ എന്ത് ചെയ്യാം? അവന് ഈ മോഷ്ടിക്കപ്പെട്ട ആളോട് പോയിട്ട് എന്ത് ചെയ്യാം? അവന്റെ അടുക്കൽ മാപ്പ് പറയാം. ഈ കൊല ചെയ്യപ്പെട്ട ആളോട് പോയിട്ട് മാപ്പ് പറയാൻ സാധിക്കുകയില്ല.